ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിംഗ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അങ്ങനെ വലിയ രീതിയിലൊരു തന്നിട്ടില്ല. നമ്മുടെ ബെയറിഷ് റെഫറൻസിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ ഓപ്പണായി വന്നിട്ട് തിരിച്ച് കയറി നമ്മുടെ പി ഒ സിയുടെ ഭാഗത്തേക്ക് തന്നെ പോയി. ഒരു ബുള്ളിഷിനെ പൊട്ടിയാനോ അല്ലെങ്കിൽ ബുള്ളിഷിന് മുകളിൽ കടക്കാനുള്ള ശ്രമവും നടന്നിട്ടില്ലായിരുന്നു. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴും ഈ ബാങ്ക് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ ബെയറിഷിനെയും പി ഒ സിയുടെ താഴേക്ക് വന്ന് പി ഒ സിയുടെ മുകളിൽ കട്ട് ചെയ്ത് ബുള്ളിഷിൻ്റെ അടുത്ത് വന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നോൺ ട്രേഡ് ഡേ ആയിരുന്നു. നമുക്ക് ഒറ്റ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് പൊതുവേ ഒരു ട്രേഡ് ഇല്ല, ഒരു പ്യുവർലി ഒരു ബാലൻസ്. ഇന്നലെ അടിച്ചിറങ്ങിയ ഒരു സെല്ല് വന്ന ആ ഒരു സ്ട്രോങ്നെസ് ഇന്ന് മാർക്കറ്റിൽ കണ്ടില്ല. കാരണം ആ ഭാഗത്ത് ഒരു എപ്പോഴും ഓർത്തോളാം, ഒന്നുകിൽ സ്ട്രോങ് ഈ സെല്ലിൻ്റെ ഏരിയയിൽ എപ്പോഴും മാർക്കറ്റ് ഒരു ബാലൻസ് മൂവ് തരും, ഇല്ല എങ്കിൽ ഒരു ഹെവി റിവേഴ്സൽ മൂവ് വരും. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പ്യുവർലി ഒരു ബാലൻസ് മൂവാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തന്നത്. ഞാൻ തമിഴിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ട്രംപിൻ്റെ ടാരിഫ് ഡിസൈഡ് ചെയ്യുന്ന ദിവസമാണ്. അതുകൂടാതെ നമുക്കിന്ന് കാലത്ത് 10:30 മണിക്ക് നമ്മുടെ മാനുഫാക്ചറിങ് നമ്മുടെ എന്തുവാണ് S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഡേറ്റ വന്നു. അത് 57.6 ആയിരുന്നു ഫോർകാസ്റ്റ് ചെയ്തത്. അതിനെക്കാട്ടിയും കൂടിയിട്ടാണ്. അതായത് മാനുഫാക്ചറിങ് മാർച്ചിലെ PMI ഡേറ്റ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊരു ഇന്ത്യൻ എക്കണോമിക്ക് ഒരു പോസിറ്റീവായ കാര്യമാണ്. രണ്ടാമത് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ബോണ്ടിലേക്ക് 80,000 കോടി ഈ മന്ത് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് RBIയുടെ ബുള്ളറ്റിനുണ്ട്. അതൊരു പോസിറ്റീവായ സംഗതിയാണ്. അതുകൂടാതെ മൂന്നാമത് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവായ രീതിയിൽ വരുന്ന രീതിയിൽ ബാങ്കുകളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ റിസർവ് ബാങ്കിന് ഒരു എന്ത് പറഞ്ഞേക്കുന്നു, CRR കഴിഞ്ഞ ഡിസംബറിൽ 4% ആക്കി കുറച്ചിരുന്നു. അപ്പോൾ അത് വീണ്ടും 0.5 ആയിട്ട് കുറച്ച് 3.5 കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു ലിക്വിഡിറ്റിക്ക് വേണ്ടി ലിക്വിഡിറ്റി വേണം ബാങ്ക്സിന്, ലിക്വിഡിറ്റി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകളെല്ലാം കൂടെ ചേർന്ന് റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഈ ഒരു നിവേദനം കൂടെ വച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 3-4 പോസിറ്റീവ് ന്യൂസ് നമ്മുടെ മാർക്കറ്റിനുണ്ടെന്ന്. നമ്മുടെ മാനുഫാക്ചറിങ് PMI പോസിറ്റീവ് ആയിരുന്നു. അതുകൂടാതെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് RBI ബോൺസിലേക്ക് 80,000 കോടി രൂപ ലിക്വിഡിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. കഴിഞ്ഞ നിങ്ങൾക്കറിയാം മാർച്ചിൽ എങ്ങനെ അതേപോലെ കൊണ്ടുവന്നു, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി ബാങ്ക് ലാസ്റ്റ് 2 ആഴ്ച. സെയിം അതേ ഒരു പ്രോസസ്സ് RBI ഈ മാസവും പ്ലാൻ 80,000 കോടി രൂപയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 20-ാം തീയതി 2025 അത് ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ആകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാങ്കുകളിലെല്ലാം ഒരു മീറ്റിംഗ് റിസർവ് ബാങ്കിൻ്റെ ആയിട്ട് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. എന്താണ്? CRR റേറ്റ് 4% താഴെ 3.5% ആക്കാം, 0.5% കട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടെ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ വച്ചിരുന്നു. ഈ ഒരു 3 പോസിറ്റീവ് ന്യൂസാണ് നമ്മുടെ മാർക്കറ്റിന് ഒരു ലാസ്റ്റ് സെല്ലിങ്ങിൽ തടഞ്ഞ ഒരു ന്യൂസായിരുന്നു ഇന്ന് കൃത്യമായ രീതിയിൽ മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വൈകിട്ട് വേറെ വലിയ ന്യൂസൊന്നുമില്ല. നമ്മുടെ അമേരിക്കയുടെ ഫാക്ടറി ഓർഡേഴ്സ് 7:30 മണിക്ക് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഓയിലിൻ്റെ ഇൻവെൻട്രിയും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ട്രംപിൻ്റെ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിരിക്കും ട്രംപിൻ്റെ പുതിയ ഡിസിഷൻ വരുന്നത്. ഈ ഏതൊക്കെ കൺട്രിയാണോ താരിഫ് തരുന്നത് ആ കൺട്രിക്കെല്ലാം റെസിപ്രോക്കൽ താരിഫ് ഇന്ന് നാളെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ രീതിയിലേക്ക് വരും. അത് ഇവോൾവ് ആയി വരുന്ന സമയത്ത് ഏതൊക്കെ കൺട്രിക്കെതിരെ എത്ര ടാക്സ് വരുന്നു ഒരു പിടിയുമില്ല. ട്രംപ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യവും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രെഡിക്റ്റ് ദി അൺപ്രഡിക്റ്റഡ് മാൻ എന്ന് പറഞ്ഞാൽ, അതായത് അൺപ്രഡിക്റ്റഡ് ആയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ മൂവ് പ്രതീക്ഷിച്ചാൽ ഒരിക്കലും ആ മൂവ് നമുക്ക് ഒരിക്കലും കിട്ടാൻ പറ്റില്ല. സോ അതുകൊണ്ട് മാർക്കറ്റിൽ ആ ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ പൊങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവായ കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് അടിച്ചിറങ്ങിയതിൽ ഇന്ന് മാർക്കറ്റ് ഒരു ബാലൻസ് മൂവ് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ബാലൻസ് മൂവ് നാളെ കണ്ടിന്യൂഷൻ തന്ന് തിരിച്ച് താഴേക്ക് അടിക്കുക, അല്ലെങ്കിൽ നാളെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് കയറി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നാളെ കൂടാതെ നമ്മുടെ വ്യാഴാഴ്ച ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ എക്സ്പയറി നാളെ വരികയാണ്. സോ അതെല്ലാം നമ്മുടെ മാർക്കറ്റ് എക്സ്പയറി ഡൾ എക്സ്പയറി ആവാനും അല്ലെങ്കിൽ ഒരു എന്താണ് ഇറ്റ്സ് എ വോളറ്റൈൽ എക്സ്പയറി ആവാനുള്ള ചാൻസും രണ്ട് രീതിയിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കുമ്പോൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് നിഫ്റ്റിക്ക് ഡെൽറ്റയൊക്കെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ്. 5030 ഡെൽറ്റ പോസിറ്റീവാണ്. ഇന്നലെ 12,000-ഓളം ഡെൽറ്റ മൈനസിൽ കിടന്ന നിഫ്റ്റി തിരിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇന്നലെ വൈകിട്ടായപ്പോൾ നിഫ്റ്റിയുടെ ഡെൽറ്റ വന്ന് 12,000 സംതിങ് ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ ഡെൽറ്റ
300 മുകളിൽ ഡെൽറ്റ പ്ലസ്സും ആണ്. അപ്പം ചുരുക്കി പറ 5030 മുകളിൽ ഡെൽറ്റ പ്ലസ്സും ആണ് നിഫ്റ്റിക്ക്. അപ്പം കുറച്ച് ബൈയിങ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ ഒരു എത്രയാണ് 5000 സംതിങ് അടുപ്പിച്ച് സെല്ലിങ് ഉണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 4530 വരെ സെല്ലിങ് ആണ് ബാങ്ക് നിഫ്റ്റി. ഇന്നായപ്പം അത് ആ പ്ലേയേഴ്സ് എല്ലാം മൊത്തത്തിൽ പൊതുവേ ബാങ്ക് നിഫ്റ്റി ഇന്ന് സെല്ലിങ്ങിന് ഔട്ടായെന്ന് ഒരു കൃത്യമായ തോന്നലുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ ഫസ്റ്റ് എക്സ്പയറി ആണ്. നാളെ ഈ ട്രംപിൻ്റെ ന്യൂസ് കാരണം അത് വേണമെങ്കിൽ വോൾട്ട് എക്സ്പയറി ആവാം, അല്ല എങ്കിൽ പ്യുവർലി കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന പോലെ പക്കാ ഒരു ഡൾ എക്സ്പയറി ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം വളരെ അപൂർവമായിട്ട് മാത്രമേ മാർക്കറ്റ് വലിയൊരു എക്സ്പയറി ഒക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ പൈസ കിട്ടുക പോകും, അങ്ങനെ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഒരു ചെറിയൊരു നിഫ്റ്റി നമ്മുടെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ജസ്റ്റ് തട്ടി താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് വ്യക്തമായി ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്ന 23,253 ഭാഗത്തൊരു ഡിമാൻഡ് സോൺ വന്നിട്ടുണ്ട്. സോ നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത് 23,253 ഭാഗത്താണ്. അപ്പോൾ ഞാൻ ആ പി ഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 23,253 നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത്. ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് 23,253 ആണ് പി ഒ സി. അത് ഞാനൊന്ന് മാർക്ക് 23,253 ആണ് നമ്മളെ പി ഒ സി വരുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസിൻ്റെ ഒരു കാര്യം എപ്പോഴും മനസ്സിലോർത്തുകൊള്ളുക. 23,412 മുകളിൽ മാത്രമേ നിങ്ങൾ സ്പോട്ടിൽ ബൈ എടുത്തേ. ആ ഭാഗത്താണ് കുറച്ചും കൂടെ സെല്ലിങ് ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,412 ആണ്. അപ്പോൾ ഞാൻ അതൊന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക്, കാരണം നമ്മൾ ഇന്നലത്തെ പി യു സിയുടെ മുകളിൽ നിന്നാലും ആ ഒരു ബുള്ളിഷ് റെഫറൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വേറൊരു റെഫറൻസിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. 23,135 താഴെ മാത്രമേ ഞാൻ സെല്ല് ചെയ്യുള്ളൂ. 23,135 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ബെയറിഷ് റെഫറൻസ്. അതും ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,135ഉം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,412 ആണ്. സോ ഇനി നമുക്ക് നോക്കേണ്ടതിന് താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ ടാർഗറ്റ് 23,130 താഴെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 23,092 ആണ് ആദ്യത്തെ ടാർഗറ്റ്. 23,092 23,000 S1 എന്ന് പറഞ്ഞാൽ 23,092 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അതാണ് S1 എന്ന് പറഞ്ഞാൽ. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ പോവാം? സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുകയാണെങ്കിൽ പിന്നെ പ്രതീക്ഷ ഉള്ളത് ഏതാണ്? ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയായ 23,000 ഭാഗത്തേക്ക്. 23,000 എന്ന് പറഞ്ഞാൽ റൗണ്ട് ഫിഗറിൻ്റെ ഭാഗത്തേക്ക് വരാം. 23. ഇതിനപ്പുറത്തേക്ക് ഒരു ഡൗൺവേർഡ് മൂവൊന്നും ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നില്ല. വേണമെങ്കിൽ മാർക്കറ്റാണ്, എന്ത് വേണോ സംഭവിക്കാം. ഇനി 23,412 കട്ട് ചെയ്ത് മുകളിൽ പോയാൽ എവിടെ വരെ പോകുന്നത്? 23,412 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരാൻ പോകുന്നത് നിങ്ങൾ ഓർത്തോളുക. വ്യക്തമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടെ ഒരു സിംഗിൾ 23,480 ഭാഗത്തേക്ക് 23,480 ഫസ്റ്റ് ടാർഗറ്റ്. R1 എന്ന് പറയുമ്പം 23,480 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 23,480 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത 23,565 സെക്കൻഡ് ടാർഗറ്റ് 23,565 ഭാഗത്തേക്കും പോകാം. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻ്റ് നാളത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ R1ഉം R2 ആ ലെവലാണ്. ഞാനത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. R1 മാർക്ക് ചെയ്തു, R2 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ എക്സ്പയറി എങ്ങനെ വേണം മാർക്കറ്റ് മൂവ് ചെയ്യാം. പൊതുവേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു 412ൻ്റെയും അല്ലെങ്കിൽ 350യുടെ ഭാഗത്ത് എക്സ്പയറി ചെയ്യാനുള്ള ചാൻസാണ് നാളെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഒരു മുന്നേറ്റം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് ലാസ്റ്റ് മിനിറ്റിലെ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം RBIയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊക്കെ ഇന്നലെയും വന്നു. പിന്നെ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൻ്റെ ഒരു നിവേദനം RBIക്കെതിരെ RBIക്ക് മുമ്പിൽ വച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ സംഗതിയാണ്. പൊതുവേ CRR കട്ടെന്ന് പറയുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. അത് കൂടുതൽ ലോൺസ് കൊടുക്കാൻ ബാങ്കുകൾക്ക് സഹായകമാകുന്ന കാര്യവും കൂടിയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ഇത് പി ഒ സി വന്നിരിക്കുന്ന 51,150 ഭാഗത്താണ് പി ഒ സിക്ക് മുകളിലോട്ട് മെർജ് ചെയ്യാനുള്ള ഒരു അവസരം ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് കൊടുത്തില്ല. കാരണം ആ ഭാഗത്തേക്ക് ലാസ്റ്റ് മിനിറ്റിൽ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. 51,150 ആണ് ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ സി വന്നിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഞാൻ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല.
ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ഓഫർ എന്ന് പറഞ്ഞാൽ 51,425 മുകളിൽ തന്നെയാണ് എനിക്ക് ബൈ ഇപ്പോഴും ഉള്ളത്. ഇന്നലത്തെ സെയിം റേഞ്ചാണ്. 51,425 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല രീതിയിൽ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം ഓപ്പൺ ചെയ്ത് വരും. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,632 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് എത്രയാണ്? 51,632 ഭാഗത്തേക്ക് പോവാം. 51,632 ഫസ്റ്റ് ടാർഗറ്റ്. R1 എന്ന് പറയുമ്പോൾ 51,632 ഭാഗത്തേക്ക് പോകാനും, സെക്കൻഡ് R2 എന്ന് പറയുന്നത് എവിടെ വരെ പോവാം? അടുത്ത R2 എന്ന് പറയുന്നത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,000, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 51,814 ഭാഗത്തേക്ക് 51,814 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ. അതിന് മുകളിൽ പോകാനുള്ള ചാൻസ് ഇപ്പം ഞാൻ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ വേറെ റെഫറൻസിന് ഒരു മാറ്റവുമില്ല. 51,050 ഇപ്പോഴും വേറെ റെഫറൻസ്. അതിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളൊരു സെല്ലിനെ കുറിച്ച് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ റെഫറൻസ് ഒന്ന് മാറ്റി, ഞാൻ 50,890 നമ്മളെ ബെയറിഷ് റെഫറൻസ്. ഇന്ന് സ്പോട്ട് കുറച്ച് മാറിയുണ്ട്. 50,900 സ്പോട്ടിൽ ബെയറിഷ് റെഫറൻസ് ആണ്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റിലേക്ക് ഒരു സെല്ലിങ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 50,900 താഴെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 5730, ഇന്നലത്തെ ലോ 50,730. 5730 ആണ് എന്നെ സംബന്ധിച്ചുള്ള ES1. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ES2 എന്ന നിലയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ പഴയ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയായ ക്ലോസിംഗ് ആയ 50,586 ഭാഗത്തേക്ക് 50,586 S2 അതിനപ്പുറം 586 ഭാഗത്ത് 580 വയ്ക്കുക. ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമാണ് കുറച്ചും കൂടെ ഒരു ഡേറ്റ പോസിറ്റീവായ രീതിയിൽ ലാസ്റ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചു. നിങ്ങൾ ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ചെങ്കിലും ഒരു വോളിയം ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ഈ രണ്ട് ക്യാൻഡിലും കുറച്ച് ചെറിയ ഡെൽറ്റ വന്നിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഡെൽറ്റ ഒന്നുമില്ല. അപ്പോൾ നാളെ ഇതെല്ലാം ട്രംപിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും നാളെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എല്ലാ കാര്യങ്ങളും വരുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ഈ ചാനൽ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഡെസ്റ്റിനേഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ പുതിയൊരു ലൊക്കേഷനിൽ, ട്രിവാൻഡ്രത്തുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ കുറച്ച് ട്രേഡേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ 20 കൂടുതലും പാടില്ല. സോ അത്ര പേര് ചേർന്ന് ഒരു ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് ബാക്കിയുള്ള സിറ്റുവേഷൻസും ബാക്കി എന്തൊക്കെയാണ് നമ്മൾ പ്രൈമായിട്ട് നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസും വെള്ളിയാഴ്ച ട്രേഡിങ്ങും ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയുമായിട്ടാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ 20ക്ക് മുകളിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിൽ ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് വരാൻ താല്പര്യമുള്ള ആരാണെങ്കിൽ എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.